ഹേ ഗൈസ്, 4 ദിവസം മുന്നേ കുറച്ച് ഇല്ലാത്ത സാധനങ്ങൾ ഓർഡർ ചെയ്തത് ഇപ്പോഴാണ് എത്തിയത്. ഈ കാണുന്ന പ്രൊഡക്റ്റ് എല്ലാം ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ഇനി അടുത്ത പരിപാടി ഓരോ പ്രൊഡക്റ്റിനും ഓരോന്നോരോന്ന് ആഡ് ചെയ്ത് ഇങ്ങനെ ബാർകോഡ് പ്രിന്റ് ചെയ്ത് അതിന്റെ മേലെ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഓൺലൈനിൽ ഒരു ഫോൺ റിപ്പയർ ചെയ്യാനുള്ള ഓർഡർ വന്നത്. കസ്റ്റമർ കയ്യിൽ നിന്ന് ഫോൺ പിക്ക് ചെയ്ത് ഷോപ്പിലേക്ക് എത്തിച്ചു. ഈ കാണുന്ന ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റാൻ ഓർഡർ വന്നത്. പ്രൈസ് മുന്നേ കൺഫേം ചെയ്തിരുന്നു. ഇതിലുള്ളത് സ്ക്രൂ ഡ്രൈവർ ബിറ്റാണ്. അങ്ങനെ ആവശ്യമുള്ള ഒരു ബിറ്റ് എടുത്ത് സ്ക്രൂ ഡ്രൈവറിൽ ഫിറ്റാക്കി ഫോൺ അയച്ചു വെച്ച് ഡിസ്പ്ലേ എടുത്ത് അൺബോക്സ് ചെയ്തു. അത്യാവശ്യം പ്രൈസ് കൂടി ഐഫോണിന് ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് പാക്കിംഗ് ഉണ്ടാവുക. അങ്ങനെ ഡിസ്പ്ലേയും ഇട്ട് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം ഡെലിവറി മാൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇനി ഈ ഫോൺ നേരെ കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്യും. അങ്ങനെ അതും കഴിഞ്ഞ് ലാപ്ടോപ്പിന്റെ ചാർജർ കേടായി ഒരു ചേച്ചി വന്നു. അതാണെങ്കിൽ ഷോപ്പിൽ എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല, സ്റ്റോക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമറുടെ ഓർഡർ കൺഫേം ആക്കി മാർക്കറ്റിൽ ഓർഡർ ചെയ്ത് വരുത്തിച്ചു കൊടുത്തു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പതിവിലും വിപരീതമായി ഇന്നൊരു പാകിസ്ഥാനി ഡിഷ് ട്രൈ ആക്കി. ഉരുളക്കവും ക്യാപ്സിക്കവും പിന്നെ വേറെന്തോ സാധനവും വേവിച്ച് എണ്ണയിൽ കുളിപ്പിച്ചെടുത്തൊരു ഐറ്റം. അതിന്റെ കൂടെ ഒരു കപ്പ് തൈര് തന്നു. ഇങ്ങനെ ചില സമയത്തൊക്കെ പരീക്ഷണം നടത്താറുണ്ടെങ്കിലും 10ൽ 8 മാർക്ക് ഇതിന് കൊടുക്കാൻ പറ്റും. അങ്ങനെ അതിന്റെ കൂടെ റൊട്ടിയുമായി കാച്ചി നേരെ ഷോപ്പിലേക്ക് വിട്ടു. കാണുന്ന കസ്റ്റമർക്ക് ഐപാഡിന്റെ കവർ 5-6 കാണിച്ചെങ്കിലും മറ്റേ ഇഷ്ടമായില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു ഫോണിന് പ്രൊട്ടക്ടർ ഒട്ടിക്കാൻ ഒരു കസ്റ്റമർ വന്നു. ഫോണിന്റെ മേലെ നല്ല പൊട്ടിണ്ടായിരുന്നു. അത് ക്ലീൻ ആക്കി പ്രൊട്ടക്ടർ ഒട്ടിച്ചു കൊടുത്തപ്പോൾ എയർപോർട്ടിന്റെ കവർ കൂടി വേണം പറഞ്ഞു. അങ്ങനെ അതും വാങ്ങിയിട്ട് അയാൾ പോയി. സമയം 12 മണിയായപ്പോൾ ക്ലോസ് ചെയ്ത് നേരെ റൂമിലേക്ക് പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ.